ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. കണ്ടാൽ കടലാക്രമണമൊക്കെ പോലെ നമുക്ക് തോന്നും, പക്ഷേ എന്നാൽ നല്ല കറിയായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കുക്കറിൽ നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഉപ്പും ചേർത്ത് കടല വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ച് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ പെരിഞ്ജീരകം പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് കടലയുടെ വേവിച്ച വെള്ളം ചേർത്ത് കൊടുത്തായിരുന്നു, തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള കുക്കറിലുള്ള കടലക്കറിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഉപയോഗിച്ച് താളിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ താളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ മൂടി വെക്കണം കറി, ഇല്ലെങ്കിൽ നമ്മുടെ കറിയുടെ രുചിയും മണമൊക്കെ നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇതാണ് നമ്മുടെ അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, സീ യു നെക്സ്റ്റ് ടൈം.